ഹായ്, നമ്മൾ ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ആദ്യം അവിടെ ഒരു പേരയോ മാവോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എന്താണ്? ഇതിന്റെ ഒരു തൈ നമുക്ക് തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരൊരു തൈ പറിച്ചു തരും. ആ തൈയെ എടുത്തിട്ട് വന്ന് നമ്മുടെ വീട്ടിൽ നട്ടുവെച്ച് അതുണ്ടായി വരാനൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പ്രത്യേക ഗ്രാഫ്റ്റിംഗ് സിസ്റ്റമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങൾ ഗ്രാഫ്റ്റും ബഡ്ഡിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷെ അതൊരു വെറൈറ്റി മാർഗത്തിലൂടെയാണെന്ന് മാത്രം. ഞാനൊരു ഒരിടത്തുനിന്ന് ഒരു പേരയുടെ ഒരു കമ്പെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ പേര നിങ്ങൾ നേരത്തെ പരിചയമുണ്ട്. നിങ്ങൾ ഇതിനകത്ത് ഒരു ചുമന്ന പേരയ്ക്കാണ് ഞാൻ ഇതൊക്കെ എറിയുന്നിട്ട് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വെള്ള പേരയുടെ ഒരു കമ്പ് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ പേരയ്ക്കൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പേരയ്ക്കാണ്. വെള്ള പേരയ്ക്കാണ്, അകത്ത് ചുമന്ന കളറല്ല. നല്ല ടേസ്റ്റൊക്കെ ഉള്ള പേരയാണ്. അപ്പോൾ ഈ പേര ഈ മരത്തിലോട്ട് നമുക്ക് ഫില്ല് ചെയ്ത് പിടിപ്പിക്കണം. ഈ മഴക്കാലം കഴിയുമ്പോഴത്തേനും ഇതിൽ നിന്ന് വരുന്ന ഒരു കണ്ണിയിൽ നിന്ന് നമുക്ക് ഈ പേരയ്ക്ക് കിട്ടണം. അതിനുള്ള മാർഗമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഞാനൊരു കമ്പ് അവിടുന്ന് തൈയല്ല വെട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. ഇതിൽ കായ്ക്കുള്ള ഒരു കമ്പാണ് വെട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഈ കമ്പ് എങ്ങനെയാണ് ഇതിലോട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഈ കമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ കമ്പ് ഇതുണ്ട്, ഇവിടം വെച്ചിട്ട് നല്ല മൂത്ത കമ്പാണ്. ഇതിനകത്തൊരു പേരയ്ക്ക് നിൽപ്പുണ്ട്. ഈ കമ്പ് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു നല്ല മൂത്ത കമ്പ് നോക്കിയിട്ട് ഒരു തണ്ടുകൊണ്ട് ഈ തണ്ടിൻ്റെ ഈ ചെറിയൊരു തണ്ടുകൊണ്ട് അതിലൊരു പേരയ്ക്കുണ്ട്. അതിൻ്റെ കുറച്ച് മുകളിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത്രയും പീസ് മതി നമുക്ക്. ഇതിപ്പം ആ കമ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ സൈഡും അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇപ്പം ഈ പീസ് മാത്രമായി നമ്മുടെ കയ്യിൽ. ഒരു പേരയ്ക്കുള്ള ഒരു പീസ് മാത്രമായി. ഇനി ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഇവിടെ പിടിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പിടിപ്പിച്ച് വെക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ അറ്റം ലെവല് വരുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് നമ്മളൊരു നല്ല മൂർച്ചയുള്ള ഒരു നൈഫ് വെച്ചിട്ട് ഈ സൈഡ് ചെരിച്ചിട്ട് നല്ലപോലെ ചെരിച്ച് ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു ആരോയുടെ സൈസിലോട്ടായി നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി വെക്കാൻ പറ്റുന്ന സൈഡ്. മേലെ സൈഡൊന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെ വെച്ചാൽ മതി. ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് കൂർപ്പിച്ച് നല്ല ആരോ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു തുണിയൊക്കെ എടുത്തിട്ട് ഇവിടെ ഇതെല്ലാം ഒന്ന് നമ്മൾ ഏത് ഭാഗത്താണോ ഫില്ല് ചെയ്യുന്നത് അവിടെ എല്ലാം ഒന്ന് തുടച്ച് നല്ലപോലെ വൃത്തിയാക്കുക. എന്നിട്ട് ഇത് നോക്കുക, ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്തിട്ട് ഒരു പീസ് നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്ത് കളയുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ മാർക്ക് ചെയ്യുക. ആദ്യം ഒരു പീസ് എടുക്കാൻ പാകത്തിന്. അടിവശത്തും അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു മൂലയ്ക്കത്തെ മാർക്കിങ് ലേശം താഴോട്ട് ഇറക്കിയിട്ട് ഒരു ചെറിയ ക്രോസ് ആയിട്ടൊരു മാർക്കിങ് കൂടെ ചെയ്യുക. അപ്പോൾ 3 മാർക്കിങ്ങാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന്,
പിന്നെ ഇവിടുന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെറിയ പീസ് ഇങ്ങോട്ട് എടുത്ത് കളയാം. ഇപ്പം ഒരു ചെറിയ പീസാണ് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ വെച്ച് കഴിയുമ്പം ഇൻ കേസ് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും തങ്ങുമോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പീസിൽ കൂടി ഈ വെള്ളം ഇറങ്ങിപ്പോണം. ഓക്കെ, അടുത്തത് ഈ പീസല്ല നമ്മൾ ഇളക്കുന്നത്. ഇതിൻ്റെ അടിവശത്തു നിന്ന് ഇളക്കുന്നില്ല, മേലെ വശത്തു നിന്നാണ് ഇളക്കുന്നത്. മേലെ വശത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് മൊത്തം ഭാഗം എടുത്ത് കളയുന്നില്ല. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഭാഗത്ത് വെച്ചിട്ട് കുറച്ച് ഭാഗമൊന്ന് മൊത്തം ഇളക്കിയെടുക്കുന്നില്ല, നമ്മൾ കുറച്ചൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. പൊളിച്ചെടുത്ത് ഈ രൂപത്തിലാക്കി. ഇപ്പം ഈ രൂപത്തിലാക്കിയാണ് ഇരിക്കുന്നത്. ഇപ്പം ഈ സൈഡിൽ നിന്നുള്ള പീസ് എടുത്തു കളഞ്ഞു. ഈ പീസ് പൊളിച്ചിട്ട് കുറച്ച് അകത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ എടുത്തു കളഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് ഒരു ചെറിയ പീസ് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പീസ് പകുതി പൊളിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ അകംവശം മൊത്തം പൊളിച്ചെടുത്തിട്ടില്ല, പൊളിച്ച് തിരിച്ച് പോന്നിട്ടില്ല. അകംവശം മാത്രം കുറച്ച് പൊളിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊളിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പൊളിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലെയർ മൊത്തം വിട്ടുപോകും. അപ്പം അത് പൊളിച്ചെടുക്കാതെ നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ പീസ്, നല്ല ചെത്തി മിനുക്കി എടുത്തു വച്ചിരിക്കുന്ന പീസ് ഇതിനകത്തോട്ട് നല്ലപോലെ ഒന്ന് ഇറക്കി കൊടുത്തു. ഇറക്കി കൊടുത്ത് ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ച് കഴിയുമ്പം ഇപ്പം പേരക്കയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ഈ ഇല ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പം ഇതാണ് ഇങ്ങനെ ഇറക്കി കൊടുത്ത് ആ കട്ടിങ് ഉള്ള വശം നമ്മൾ അതിൻ്റെ അകത്തോട്ട് കൊടുത്തു. ഇപ്പം പൊളിഞ്ഞൊന്നും പോന്നിട്ടില്ല. ഇനി ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് എടുക്കുക. ലാമിനേഷൻ പേപ്പർ എടുത്താലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് എടുത്താലും കുഴപ്പമില്ല. ഇത് നല്ല പോലെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ആദ്യം ഒരു പേപ്പർ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇപ്പം ലാമിനേഷൻ ടൈപ്പ് പേപ്പറാണ് വരുന്നതെങ്കിൽ അത് ചുറ്റി എടുക്കാം. ഇതിപ്പോൾ എന്തെങ്കിലും ആ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിലോട്ട് സെറ്റായി കിട്ടി. ഇനി ആദ്യം ഇത് നല്ല ബെൻഡായിട്ട് നല്ല പോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒറ്റ റോളായിട്ട് പേപ്പർ കിട്ടുവാണെങ്കിൽ, പ്ലാസ്റ്റിക് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മൊത്തം ഇത് റൗണ്ടാക്കി അതിൻ്റെ കൂടെ ഇതും കൂടെ റൗണ്ടാക്കി ഈ മേലെ വരെ എത്തിക്കണം. ഒരു കാരണവശാലും വെള്ളം ഇതിനകത്തോട്ട് ഇറങ്ങരുത്. അങ്ങനെ ഫുള്ള് സെറ്റപ്പാക്കി ഇതാക്കി എടുക്കുക. ഇതിൻ്റെ അടിവശത്ത് നിൽക്കുള്ളത് നല്ല പോലെ ടൈറ്റാക്കി ചെയ്ത് വെക്കുക. ഇപ്പോൾ നമുക്കതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നോക്കാം. ഇപ്പം നമ്മളിത് എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാക്സിമം ടൈറ്റിൽ കെട്ടാൻ പറ്റുന്ന അത്രയും ടൈറ്റിൽ കെട്ടുക. പിന്നെ
ഇതിന്റെ മേലെ സൈഡൊക്കെ എന്തെങ്കിലും ബെൻഡ് ഉണ്ടെങ്കിൽ ലേശം ലൂസായിട്ട് കെട്ടുക. ഈ ആരോ ഇട്ടേക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഇതിനകത്തോട്ട് വെള്ളം തങ്ങുവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ വശത്തോട്ട് ഈ ചെറിയ ഗ്യാപ്പിൽ കൂടെ വെള്ളം ഇറങ്ങിപ്പോകും. അതിന്റെ അകത്തോട്ട് വേര് ചീയുകയോ കാര്യങ്ങളൊന്നുമില്ല. ഇത് പിടിച്ചു കഴിയുമ്പം ഈ മരത്തിന്റെ പവറിൽ ഈ കമ്പ് കയറി വരികയും ഈ മരത്തില് ആ വെള്ള പേരയ്ക്ക ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ആരെയും വിളിച്ചു വരുത്തി ഒരുപാട് പൈസ കൊടുത്ത് ചെയ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ലപോലെ ഇതുപോലെ നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് റോള് പ്ലാസ്റ്റിക് ഉണ്ട്, ലാമിനേഷൻ ഷീറ്റ് ഉണ്ട്. ലാമിനേഷൻ ഷീറ്റ് വെച്ച് വലിച്ച് ടൈറ്റാക്കി നല്ല ക്ലിയർ ആയിട്ട് ചെയ്യുക, വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ചെയ്യുക. ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.